ഒരു തലമുറയുടെ സിനിമാ കാഴ്ചയിൽ പലവട്ടം നിറശോഭയോടെ തെളിഞ്ഞു നിന്ന ഒരു അഭിനേത്രിയാണിത്. പോയകാല സിനിമയിലെ ശ്രദ്ധേയയായ നടിയായിരുന്നു ഇവർ. ഇന്ന് അഭിനയവേദിയോട് അത്ര അടുപ്പമൊന്നുമില്ലാതെ ചെന്നൈ നഗരത്തിൽ ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കഴിയുകയാണിവർ. ശാന്തി എന്നാണ് ഇന്നലെയുടെ ഈ താരത്തിന്റെ പേര്. മലയാളം ഉൾപ്പെടെ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷാചിത്രങ്ങളിലും ശ്രദ്ധേയമായ കുറേ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന ഇവരെ ഓർക്കുന്നവർ ഇപ്പോഴും ഇവിടെയുണ്ട്. ഞാൻ ജനിച്ചത് കേരളത്തിൽ തന്നെ, കോട്ടയത്തായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനമ്മയും മദ്രാസിലേക്ക് വന്ന് ഇവിടെ അച്ഛന് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നീടാണ് ഞങ്ങൾ അവിടുന്ന് മദ്രാസിൽ കൊണ്ടുവന്നത്. ഇവിടെ ഒരു 5-6 വർഷം പഠിപ്പിക്കും, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം ഇവിടെ തന്നെ സെറ്റിലായി. ഓടുമ്പക്കത്ത് സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ച് ഇവിടെ തന്നെ അങ്ങ് സെറ്റിലായി. കലാരംഗത്ത് നർത്തകി എന്ന നിലയിലാണ് ശാന്തി ആദ്യം ചുവടുറപ്പിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിപ്പാർത്ത കൊച്ചു പെൺകുട്ടിക്ക് നർത്തകി എന്ന നിലയിൽ തെളിയാൻ കൂടുതൽ അവസരങ്ങളും കിട്ടി. പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുവാനായതാണ് ഈ പെൺകുട്ടിക്ക് ഭാഗ്യമായത്. ഉദയശങ്കർ എന്ന ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നർത്തകന്റെ ഈ പ്രിയ ശിഷ്യ വൈകാതെ തന്നെ സിനിമയിലേക്ക് ചുവട് വച്ച് കയറി വന്നു. ഞാനിവിടെ ഡാൻസ് ട്രൂപ്പിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ ട്രൂപ്പിൽ തന്നെ രാഘവൻ പണ്ടൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങേര് ഉദയശങ്കർ ട്രൂപ്പിലൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ആർട്ടിസ്റ്റിനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഗേൾസും ബോയ്സൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി കാണിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം. അതിൽ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് രാത്രി 8 മണി വരെ റിഹേഴ്സൽ. പിന്നെ ഡാൻസ് പെർഫോമൻസൊക്കെ ഉള്ളപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബോംബെ, ഡൽഹി, കൽക്കട്ടയ്ക്കൊക്കെ പോയാൽ 1 മാസം 2 മാസമൊക്കെ ടൂർ കാണും, പെർഫോമൻസും കാണും. വൈകുന്നേരം ഡാൻസ് കാണത്തുള്ളൂ. പകൽ മുഴുവൻ നമ്മൾ ഫ്രീ. അപ്പം നമ്മൾ ഓരോ സിറ്റിയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് ഷോയിന് പോകും. അങ്ങനെ 3-4 വർഷം ഉദയശങ്കർ ട്രൂപ്പിലായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങി. സ്വന്തമായി ട്രൂപ്പിൽ വെച്ച് ഡാൻസ് പെർഫോമൻസ് ചെയ്തപ്പോൾ അവിടെ ആ മെറിലാൻഡിലെ ആരോ ഒരു പ്രൊഡക്ഷൻ മാനേജർ ആരോ ഡാൻസ് കാണാൻ പറ്റി വന്നപ്പോൾ അവർക്ക് പാടാത്തമെങ്കിൽ സിനിമ എടുക്കുമ്പോൾ അതിലൊരു ആർട്ടിസ്റ്റിനെ ആവശ്യമാണ്, സെക്കൻഡ് ഹീറോയിൻ. അപ്പോൾ അങ്ങനെ പോയി പറഞ്ഞതുപോലെ ഡാൻസ് ട്രൂപ്പിലൊരു കുട്ടിയുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, വരുവാണെങ്കിൽ നമുക്ക് ആ റോളിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ അതിന് സിനിമയിൽ എൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി എന്നും കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ഇൻട്രസ്റ്റാണ്, വരാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അവർക്ക് ഓക്കെ ആയി. ആ പടത്തിൽ ആക്ട് ചെയ്ത്. പക്ഷേ അന്ന് എനിക്ക് മലയാളം ശരിക്കും അറിഞ്ഞുകൂടാ. തമിഴും ഇതൊക്കെ ഹിന്ദിയൊക്കെ അറിയാവുള്ളൂ. മലയാളം അറിയാത്തതുകൊണ്ട് അവർ ഡബ്ബിംഗ് ആയിരുന്നു ആദ്യത്തെ പിക്ചർ. അതാണ് എൻ്റെ ഫസ്റ്റ് പിക്ചർ, പാടാത്ത വയ്യൽ. പാടാത്ത വയ്യൽ ആയിട്ടിപ്പോൾ 16 വയസ്സായിരുന്നു. നർത്തകി എന്ന നിലയിൽ വേദികളിൽ നിറഞ്ഞാടി കാണികളുടെ കണ്ണും കരളും കവർന്ന പെൺകുട്ടി ആദ്യം മൂവി ക്യാമറയെ അഭിമുഖീകരിച്ചത് പേടിയോടെയാണ്. സഭാകമ്പം മാറിയതോടെ വെള്ളിത്തിരയിലും ശാന്തി താരമായി തിളങ്ങി. വേറിട്ട കഥാപാത്രങ്ങളും ഈ അഭിനേത്രിയെ തേടി വരാൻ തുടങ്ങി. പേടി ക്യാമറയൊക്കെ കൊണ്ടുവച്ച് സ്റ്റാർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പേടിയുണ്ടാവും. പെട്ടെന്ന് ഡയലോഗ്സ് വരത്തില്ല, അങ്ങ് മറന്നു പോകും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും പതുക്കെ അങ്ങ് പിക്കപ്പായി. പിന്നെ ഡെയിലി ഇങ്ങനെ ഷൂട്ടിങ് പോയി വരുമ്പോഴത്തേക്ക് അത് നാച്ചുറലായിട്ട് നമുക്ക് ആ പേടിയൊക്കെ പോയിട്ട് ധാരാളമായിട്ടായിട്ട്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ക്യാമറ സ്റ്റാർട്ട് പറയുമ്പോൾ എനിക്കെന്തോ ആ ഡയലോഗ്സൊക്കെ അങ്ങ് വിട്ടുപോകും. എന്താ ഞാൻ പറയേണ്ടതെന്നുള്ളത് അങ്ങ് മറന്നു പോകും. പിന്നെ കുറച്ച് നാളങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അത് ശീലമായിപ്പോയപ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ക്യാമറയുടെ ആ ഭയമൊക്കെ മാറി.